ചേട്ടാ അവര് വന്നോണ്ടിരിക്കുക. 10 മിനിറ്റ് വിളിച്ചോളന്നേ. അവരിങ്ങ് ഉടനെ എത്തും. പയ്യനും അവന്റെ അച്ഛനും അമ്മയും പിന്നെ അമ്മാവനും ഉണ്ട്. എന്തായാലും അവര് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാന്നേ. അടുത്ത ആഴ്ച മിക്കവാറും നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. നമ്മുടെ ഭാഗത്തുനിന്ന് വേറെ ആരും ഇല്ല. ലതികയുടെ ബ്രദർ മറ്റേ പട്ടാളല്ലേ, എയർഫോഴ്സിൽ. പുള്ളിക്കാരനുണ്ട്. അവർ വന്നു തോന്നുന്നു കേട്ടോ. ഞാൻ അവർ പോയിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ലതികേ മോളോട് റെഡിയാൻ പറ. അവിടെ വിളിക്കേ. വന്നാട്ടെ. ഇരുന്നാട്ടെ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇടയ്ക്ക് പിന്നെ ബ്ലോക്ക് വല്ലതും ഉണ്ടായിരുന്നോ? വഴിയിൽ 1-2 ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എത്തി. ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തലേ. അത് ഞാൻ വിട്ടുപോയി മാമ. ഇത് ഞാൻ സതീശൻ, ഞാൻ മസ്കറ്റിലായിരുന്നു. ഇത് എൻ്റെ മകൻ അരുൺ, ഇത് ഭാര്യ സതി, ഇതെന്റെ അമ്മാവനാണ്. റിട്ടയർഡ് തഹസീൽദാരായിരുന്നു. എന്നാ പിന്നെ ഞങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്ത്. അപ്പൊ ഞാന് സഹദേവൻ, ഇത് എൻ്റെ ഭാര്യ ലതിക, വീണ എൻ്റെ മകളാണ്. ഇത് ലതികയുടെ ബ്രദർ എയർഫോഴ്സിലാണ് ജോലി, റിട്ടയർ ചെയ്തു. ഇവിടെ ഇത് സാറിന്റെ സ്ഥലമാണോ? ഇത് എൻ്റെ സ്ഥലമല്ല. ഞാൻ ജനിച്ചത് വളർന്നൊക്കെ അങ്ങ് പോത്തങ്കോടാണ്. പിന്നെ 10-22 വർഷമായിട്ട് ഞാനിപ്പോൾ ജോലിയുടെ കഴിഞ്ഞുകൂടാ. ഇത് ലതികയുടെ സ്ഥലമാണ്. ഞാൻ പോത്തങ്കോട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് ധാരാളം ആളുകൾ പരിചയക്കാരായിട്ടുണ്ട്. അവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന ഒരു പങ്കജാക്ഷിനെ അറിയാമോ? അത് ചേട്ടന്റെ വല്യച്ഛനാ. എന്റെ അടുത്ത സുഹൃത്തല്ലയോ, രാമൻകുട്ടി എന്ന് പറഞ്ഞാ മാത്രം മതി. അതുകൊണ്ട് സാറിന് എത്ര മക്കളാ? എനിക്ക് 2 മക്കളാണ്. ഇളയാൾ എന്റെ കൂടെ അങ്ങ് മസ്കറ്റിലാണ്. അവൻ മൂത്താണ്. ഇവനെ ഗൾഫിലോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല. ഇവൻ ഇവിടെ അങ്ങ് ടെക്നോ പാർക്കിലാണ്. അവന് ഗൾഫിൽ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇവൻ ഉണ്ടാക്കി ഇട്ടിട്ടില്ലയോ ഇഷ്ടം പോലെ. ആൺകുട്ടികളെ സ്വന്തം കാലിൽ നിന്നാണ് വളരേണ്ടത്. എന്റെ മകനായോണ്ട് പറയല്ല, വളരെ ശാന്ത സ്വഭാവമാണ്. അവനൊരു കൂട്ടുകെട്ടും ഇല്ല. കുറച്ചൊക്കെ കൂട്ടുകെട്ട് വേണം, അല്ലാതെ വളരുന്നത് അപകടം ഉണ്ടാകും. മോളെ കാണണ്ടേ? മോളെ വിളിക്ക, കാപ്പി എടുക്കാൻ പറ. ഈ പെണ്ണ് കാണലിൽ ഒരു പുതുമയൊന്നുമില്ല. അവര് പലതവണ കണ്ടു കാണുമല്ലോ. അവനല്ലേ കണ്ടിട്ടുള്ളൂ, ഞങ്ങളാരും കണ്ടിട്ടില്ല. വീണ, TKM. എന്തായിരുന്നു മോളുടെ സബ്ജക്ട്? കമ്പ്യൂട്ടർ സയൻസ്. 2 വർഷം. നിന്നോടല്ല ചോദിച്ചത്, കുട്ടി പറയട്ടെ. 2 വർഷം. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? എന്നാ ചെല്ല്. ചെല്ലടാ. അവർക്ക് പറയാനുള്ളതെല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു കാണുമല്ലോ. അത് ശരിയാണ്. നമ്മുടെ കാലത്ത് ഇത് വല്ലോ ഉണ്ടായിരുന്നോ? ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് എന്തെല്ലാം സൗകര്യങ്ങളാ. അത് ശരിയാ. 30 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ മതിയായിരുന്നല്ലേ? എന്റെ വീടൊക്കെ നിനക്ക് ഇഷ്ടായോ? വീടൊക്കെ കൊള്ളാം. വെളിയിൽ കാണാൻ കൊള്ളാം. നല്ലോണം പണിഞ്ഞിട്ടുണ്ട്. അല്ല, നീ അപ്പൊ ഇതിന് മുന്നേ ഈ വീട് കണ്ടിട്ടുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട് മോളെ. ഞാനറിയാതെ നീ എന്തിനാ ഇവിടെ വന്ന്? രസം. എന്നാലും അച്ഛൻ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അമ്മയെ പറഞ്ഞ ആദ്യമായി സെറ്റാക്കി. അമ്മ അച്ഛനെയും പറഞ്ഞ് സെറ്റാക്കി. നമ്മുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നടാ? മോളെയും കൊണ്ട് ഞാനങ്ങ് പോത്തില്ലേ.
ഇനി അതൊക്കെ ആലോചിക്കുന്ന എന്തിനാ? വീട്ടുകാർ സമ്മതിച്ചില്ലേ, ഇനി അതിന്റെ അപ്പുറം ചിന്തിക്കാൻ എന്തുവാ? ഇത് നാണോ? അല്ല ഇവിടെ നല്ല തണലുണ്ടല്ലോ, പിന്നെ നീ എന്താ ഇത്ര വിയർക്കുന്നേ? ഫാമിലി ആയിട്ടൊക്കെ വന്നില്ലേ, ഒരു ടെൻഷൻ. ആദ്യമായിട്ടൊക്കെ അല്ലേ കല്യാണം, നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നേ. എന്നാലും പെണ്ണ് കാണലൊക്കെ ആദ്യമായിട്ടല്ലേ. ഓ, നിനക്ക് നാണമൊക്കെ വരുവോ? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ചോദിച്ചോ. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും മുന്നേ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സത്യം? ആ സത്യം. എന്റെ കണ്ണിൽ നോക്കി പറഞ്ഞേ. ആ സത്യം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നിന്റെ ഫോണിൽ നോക്കിയപ്പോ ഒരു സുമി തുരാന്ന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ കസിൻ അല്ലേ സുമി? ആണോ? അതേതാടാ, ഞാൻ അറിയാതെ നിനക്കൊരു കസിൻ? കസിനാണ് സത്യം. ഞാൻ ആകെ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളത്, നിന്നെ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അതൊക്കെ വിട്ട് നിന്നെ ഒരു സുബിൻ എന്ന് പറയുന്ന ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ആണോ? അത് എന്റെ കസിനാ. നിനക്ക് മാത്രമേ കസിൻ പാടുള്ളോ? ഓക്കെ, പ്രശ്നം സോൾവ് ആയില്ലേ? ഇനി എന്തോ അടുത്ത പ്ലാൻ? അപ്പോ നമുക്ക് കാര്യങ്ങൾ നടക്കാം. അടുത്ത ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെ, ഞങ്ങൾ അങ്ങോട്ട് വരുന്ന ദിവസം നേരത്തെ അറിയിക്കാം. ഇപ്പൊ അടുത്ത തീരുമാനത്തിലേക്ക് നമുക്ക് കടക്കാം. തന്നെയുമല്ല, എനിക്കാകെ 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും ഡേറ്റ് ഒക്കെ എടുത്തു വെച്ചോ. അവരെ വിളിക്കേ, ഉള്ളവരെ വിളിക്കേ. വന്നിങ്ങോട്ടെ. ആ അമ്മേ, ദേ വരുന്നു. ദേ അവിടെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഇനി പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോ ജാതകപ്പൊരുത്തം നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. ജാതകപ്പൊരുത്തത്തിനേക്കാളും നല്ലത് മനപ്പൊരുത്തമാണല്ലോ. ഈ വിവാഹശേഷം പല പ്രണയ വിവാഹങ്ങളും തെറ്റിപ്പോകാറുണ്ട്. ഈ പരസ്പരമുള്ള വിശ്വാസക്കുറവാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഈ ജാതകം കൈമാറുന്നതിന് പകരം നിങ്ങളുടെ ഹൃദയം സൂക്ഷിക്കുന്ന ഈ 2 പേരുടെ ഫോൺ ഉണ്ടല്ലോ, അത് ലോക്ക് മാറ്റി 10 ദിവസം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കണം. എന്താ, സമ്മതമാണോ? സമ്മതമാണോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം മുമ്പോട്ട് പോവാം. സമ്മതമാണോ എന്ന്?